ഒന്നാലോചിച്ചു നോക്കൂ, ലോകം മുഴുവൻ തിന്മയും അനീതിയും കൊണ്ട് നിറയുമ്പോൾ ഒരാൾ വന്ന് എല്ലാം ശരിയാക്കി നീതി സ്ഥാപിക്കും. ഇത് വെറുമൊരു വാക്കല്ല, ലോകചരിത്രത്തെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു വലിയ പ്രവചനമാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പ്രവചനം. ഈ വാക്കുകളോടെ നമുക്ക് തുടങ്ങാം, അല്ലേ? അപ്പോ ആരാണ് ഈ വാഗ്ദത്ത പുരുഷൻ? നമ്മളിന്ന് സംസാരിക്കുന്നത് ഇമാം അൽ മഹ്ദിയെക്കുറിച്ചാണ്. ഷിയ ഇസ്ലാമിക പാരമ്പര്യത്തിലെ 12ാമത്തെ ഇമാം. കോടിക്കണക്കിനാളുകൾ ഇന്നും കാത്തിരിക്കുന്ന ആ വലിയ ശക്തിയെക്കുറിച്ച്. അദ്ദേഹത്തിന്റെ കഥ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് ഒന്ന് നോക്കാം. ആദ്യം ആ കാത്തിരുന്ന ഇമാമിനെക്കുറിച്ച്, പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 2 പ്രധാന ഘട്ടങ്ങൾ, അതായത് ചെറിയ തിരോധാനവും വലിയ തിരോധാനവും. ഇതിനിടയിൽ വന്ന ഒരു വലിയ തർക്കമുണ്ട്, അതും നമ്മൾ നോക്കും. അവസാനം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിനെക്കുറിച്ചും സംസാരിക്കും. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, കാത്തിരിക്കുന്ന ഇമാം, പ്രവചിക്കപ്പെട്ട പിൻഗാമി. ആരായിരുന്നു ഈ ഇമാം അൽ മഹ്ദി? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവ് ഇത്രയധികം പ്രാധാന്യത്തോടെ കാണുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരുപാട് നിഗൂഢതകളോടെയാണ്. ഹിജ്റ 255 അദ്ദേഹം ജനിച്ചു. പക്ഷേ ആ വാർത്ത പുറത്തറിയാൻ പാടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഭരണാധികാരികൾക്ക് അതൊരു വലിയ ഭീഷണിയായിരുന്നു. അതുകൊണ്ട് സ്വന്തം പിതാവിന് തന്നെ അദ്ദേഹത്തിന്റെ ജനനം ഒരു രഹസ്യമാക്കി വെക്കേണ്ടി വന്നു. ഒന്നാലോചിച്ചു നോക്കൂ, അങ്ങനൊരു തുടക്കം. അതുകൊണ്ടെന്താ, അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. പാരമ്പര്യമനുസരിച്ച് അദ്ദേഹത്തിന്റെ അമ്മ ഗർഭിണിയായിരുന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ലത്രേ. ജനിച്ചയുടൻ കുഞ്ഞ് ഖുറാൻ വചനങ്ങൾ സംസാരിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല, പരിശുദ്ധനായിട്ടാണ് ജനിച്ചത് എന്നും വിശ്വാസമുണ്ട്. ഇതൊക്കെ തുടക്കം മുതലേ അദ്ദേഹത്തിന് ഒരു ദൈവിക പരിവേഷം നൽകിയിരുന്നു. അപ്പോ ആ അത്ഭുത ജനനത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചെറിയ തിരോധാനം. അതായത് അദ്ദേഹം ആളുകളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞിരുന്നു, പക്ഷെ തന്റെ സമൂഹത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചുമില്ല. എങ്ങനെയായിരുന്നു അത്? ഈ മറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തെയാണ് ഗൈബ അഥവാ തിരോധാനം എന്ന് പറയുന്നത്. ഇതിന് 2 സ്റ്റേജുണ്ട്. ഒന്ന്, ചെറിയ തിരോധാനം. ഈ സമയത്ത് അദ്ദേഹം നേരിട്ട് ആളുകളുമായി ബന്ധപ്പെട്ടില്ല. പകരം താൻ നിയമിച്ച കുറച്ച് പ്രതിനിധികളിലൂടെയായിരുന്നു ആശയവിനിമയം. പിന്നെ വരുന്നത് വലിയ തിരോധാനമാണ്. അപ്പോഴേക്കും ആ നേരിട്ടുള്ള ബന്ധം പോലും പൂർണ്ണമായി ഇല്ലാതായി. ഈ ടൈം ലൈൻ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കും. ഏകദേശം ഹിജ്റ 255 ജനനം. 5 വർഷത്തിനു ശേഷം പിതാവിന്റെ മരണത്തോടെ ഹിജ്റ 260 ചെറിയ തിരോധാനം തുടങ്ങുന്നു. പിന്നെ ഏകദേശം ഹിജ്റ 329 അവസാനത്തെ പ്രതിനിധിയും മരിച്ചതോടെ വലിയ തിരോധാനം ആരംഭിച്ചു. അത് ഇന്നുവരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മൾ വരാൻ പോകുന്നത് ഈ കഥയിലെ ഏറ്റവും വലിയൊരു തർക്കത്തിലേക്കാണ്. ഒരു തർക്കത്തിലുള്ള ബന്ധം. ആ ചോദ്യം ഇതാണ്: ഇമാമിലേക്കുള്ള യഥാർത്ഥ കവാടം ആരായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ചെറിയ തിരോധാന കാലത്ത് ഇമാം ഇടനിലക്കാർ വഴിയാണ് സംസാരിച്ചതെന്ന്. ആ ഇടനിലക്കാർ ആരായിരുന്നു എന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഇടനിലക്കാർ ഇമാമിലേക്കുള്ളൊരു കവാടം പോലെയായിരുന്നു. പക്ഷേ ആ യഥാർത്ഥ കവാടം ആരായിരുന്നു? അവിടെയാണ് തർക്കം തുടങ്ങുന്നത്. അപ്പോ നമുക്ക് ഈ 2 വാദങ്ങളും ഒന്ന് നോക്കാം. ഒരു ഭാഗത്ത് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് 4 പ്രതിനിധികളുണ്ടായിരുന്നു എന്നാണ്. ഉസ്മാൻ ഇബ്നു സയ്യിദ്, മുഹമ്മദ് ഇബ്നു ഉസ്മാൻ, ഹുസൈൻ ഇബ്നു റൂഹ്, പിന്നെ അലി ഇബ്നു മുഹമ്മദ് അൽ സമാരി. എന്നാൽ മറുഭാഗത്ത് മറ്റൊരു വാദമുണ്ട്. യഥാർത്ഥ കവാടം മുഹമ്മദ് ഇബ്നു നുസൈർ എന്ന ഒരേയൊരാളായിരുന്നുവെന്ന്. മുഹമ്മദ് ഇബ്നു നുസൈറിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പറയുന്നത് കേൾക്കൂ. അംബാസഡർമാരെന്ന് വിളിക്കപ്പെട്ട ആ 4 വ്യക്തികളും നുണയന്മാരായിരുന്നുവെന്നും യഥാർത്ഥ കവാടത്തിന്റെ സ്ഥാനം തട്ടിയെടുക്കുകയായിരുന്നുവെന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അവരുടെ വാദം വളരെ സ്ട്രോങ് ആണ്. ആ 4 പേരും വ്യാജന്മാരായിരുന്നു. യഥാർത്ഥ പ്രതിനിധി ഒരാൾ മാത്രം. എന്നാൽ ഇതിന് നേരെ തിരിച്ചൊരു വാദമുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് ഇബ്നു നുസൈർ ഒരു പ്രതിനിധിയാണെന്ന് അവകാശപ്പെട്ടു. അതിനാൽ ഇമാമുകളെക്കുറിച്ചുള്ള ദൈവനിന്ദ, അതിശയോക്തികൾ, പുനർജന്മത്തിലുള്ള വിശ്വാസം എന്നിവയിലൂടെ അള്ളാഹു അവനെ അപമാനിതനാക്കിയെന്ന്. കണ്ടില്ലേ, ഒരേ വിഷയത്തിൽ എത്ര വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ഈ ചരിത്രത്തിന്റെ സങ്കീർണത ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. വലിയ തിരോധാനം, അതായത് തുടരുന്ന ഒരു അഭാവം. രസകരമായ കാര്യമെന്താന്ന് വെച്ചാൽ, ഈ കാലഘട്ടം ഇന്നും തുടരുന്നു എന്ന കാര്യത്തിൽ ഈ 2 വിഭാഗങ്ങൾക്കും ഒരേ അഭിപ്രായമാണ്. അപ്പോ ആ അവസാനത്തെ ഇടനിലക്കാരന്റെയും മരണത്തോടെ ഇമാമുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ആ കവാടം എന്നേക്കുമായി അടഞ്ഞു. അതോടെയാണ് വലിയ തിരോധാനം ആരംഭിക്കുന്നത്. ഇനിയുള്ള കാലം അദ്ദേഹവുമായി നേരിട്ടൊരു ബന്ധം സാധ്യമല്ല. എത്ര കാലമായെന്നറിയോ? 1100-ലധികം വർഷങ്ങൾ. വെറുമൊരു സംഖ്യയല്ല ഇത്.
ഒരു തലമുറയല്ല, പല തലമുറകൾ നീണ്ട ഒരു കാത്തിരിപ്പാണ്. ഇന്നും തുടരുന്ന ഒരു കാത്തിരിപ്പ്. അതിന്റെ സ്വാധീനം എത്ര വലുതായിരിക്കും? ശരി, ഇത്രയും കാലം നമ്മൾ ഭൂതകാലത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഭാവിയിലേക്ക് നോക്കാം. ഈ കാത്തിരിപ്പിനൊരവസാനമുണ്ടോ? അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അന്ത്യകാലത്തിന്റെ അടയാളങ്ങളും എന്തൊക്കെയാണ്? പല അടയാളങ്ങളെക്കുറിച്ചും പാരമ്പര്യമായി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഇവയാണ്: സുഫ്യാനി എന്നൊരു ദുഷ്ടശക്തിയുടെ ഉദയം. പിന്നെ പ്രവാചകനായ യേശു, അതായത് ഈസാ നബി, തിരികെ വരും. അദ്ദേഹം മഹദിയുടെ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ ദജ്ജാൽ അഥവാ എതിർ ക്രിസ്തുവിന്റെ വരവും ഒരു പ്രധാന അടയാളമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നോക്കൂ, ചരിത്രത്തിൽ അവർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? പക്ഷേ അവസാനം ഒരൊറ്റ കാര്യത്തിൽ അവരെല്ലാം ഒന്നിക്കുന്നു: ഒരു ദിവസം അദ്ദേഹം തീർച്ചയായും മടങ്ങിവരും, എന്നിട്ട് ഈ ലോകത്ത് നീതി സ്ഥാപിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ കഥ ഇവിടെ നിർത്തുമ്പോൾ നമുക്ക് മുന്നിലൊരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ചരിത്രത്തെക്കുറിച്ചുള്ള ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ഭൂതകാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു?